ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ജപ്പാൻ ഹൗസിന് മുന്നിലാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നതാവട്ടെ സാക്ഷാൽ താനൂരിലും. അബ്ദുൾ നാസർ അദ്ദേഹം 1985-ൽ ജപ്പാനിലേക്ക് ബിസിനസ്സിന് വേണ്ടി പോയതാണ്. പിന്നീടുള്ള ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കടുത്ത ജപ്പാൻ ആരാധകരാണ്. ഈ ലോകകപ്പ് കാലത്ത് ജപ്പാൻ മുന്നേറുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമായി മാറുമ്പോഴാണ് അവരുടെ ഈ ജപ്പാൻ പ്രേമം പ്രസക്തമാകുന്നത്. ഈ ജപ്പാനിലെത്തിയതിനു ശേഷം ആണോ ഈ വീട് നിർമ്മിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ്? ജപ്പാനിലെത്തിയ ശേഷം തന്നെയാണ്. ഞങ്ങൾ 93-ലാണ് വീട് പണി തുടങ്ങുന്നത്. 92 ആ സമയത്താണ്. അങ്ങനെ വീടിന് ഈ പേരിടാന്ന് വിചാരിച്ചു. ആ പേരിട്ട് അങ്ങനെയാണ്ട് വന്ന് ഓട്ടോമാറ്റിക് നമ്മൾ വന്ന് വീട്ടിൽ ആൾക്കാരനെ പേരിട്ട് വന്ന് ഇവിടുത്തെ അങ്ങനെയാണല്ലോ. നമ്മൾ കുറേ കാലം ജപ്പാനിൽ വന്ന് പിന്നെ അങ്ങനെ ജപ്പാൻ വിളിക്കൽ തുടങ്ങി. അങ്ങനെ ജപ്പാൻ ഹൗസായി മാറി. അന്നം തരുന്ന നാടിനോടുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയ്ക്കാണോ അങ്ങനെ ഒരു ജപ്പാൻ ഫാനായത്? തീർച്ചയായിട്ടും, നോ ഡൗട്ട്. അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഇത്രയും കാലം അവിടെ തന്നെയല്ലേ, ജപ്പാനിൽ 40 വർഷമില്ലേ. ഞാൻ സപ്പോർട്ട് ചെയ്യണം, അവർക്കേ ചെയ്യുള്ളൂ. നിങ്ങളെല്ലാം ജപ്പാൻ ഫാൻ? അല്ല, ഞാൻ ബ്രസീൽ ഫാനാണ്. അർജന്റീനയാണ്. ഇപ്പം ജപ്പാനിലായിരുന്നു. അവന് ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ഈ ലോകകപ്പിനെ കുറിച്ചൊക്കെ താങ്കളോട് പറയാറുള്ളത്? ലോകകപ്പിനോട് അവർ പറയും എന്താണ് നിങ്ങളുടെ ആൾക്കാർ കളിക്കാത്ത നാസിർ സ്ഥാൻ പറഞ്ഞാൽ സ്ഥാൻ എന്ന് പറഞ്ഞ മിസ്റ്ററാട്ടോ. അത് വായന്നിങ്ങനെ വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയും ഞങ്ങൾ കളിക്കും, ഞങ്ങളുടെ ടൈമാണ് ഇനി വരുന്നത്. കാരണം അവരെപ്പോഴും കളിയാക്കും നമ്മളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 150 കോടി ജനങ്ങളില്ല അവിടെ, നിങ്ങൾ പിന്നെ എന്താണ് 11 നാൾ കളിക്കാനില്ല എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ വരും, നോക്കിക്കോളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിക്കും. വേറെ എന്താ ചെയ്യുക? ഇപ്പോൾ ഇനിയിപ്പം ബ്രസീലിനായിട്ടുള്ള കളി വരാനിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ബ്രസീലിനായിട്ട് എന്തായാലും അവർ പിടിക്കും, ശരിക്കും നന്നായിട്ട് കളിക്കും. ഡ്രോ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ജപ്പാൻ ജീവിതം എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ ഒരു ജീവിതശൈലിയൊക്കെ ആയിട്ട് ഒരു മലയാളി അവിടെ എത്തിപ്പെട്ടാൽ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? അത് ഫസ്റ്റിൽ വളരെ ടഫാണ്. കാരണം ഞാൻ പോയ സമയത്തൊക്കെ ഭയങ്കര ടഫാണ്. 85-ൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാഷ അറിയുന്ന ഇംഗ്ലീഷ് സംസാരിച്ച് ഇതാക്കുന്നില്ലാണെന്ന് ഭാഷ അറിയില്ല. അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗ്യം കളിച്ചിട്ടാണ് നമ്മളവിടെ കുറേ കാലമൊക്കെ ജീവിച്ചത്, 8-10 മാസമൊക്കെ. പിന്നെ ലാംഗ്വേജ് പഠിച്ചാലേ അവിടെ നിന്ന് കേച്ചിലാൻ പറ്റും. കാരണം അവിടെ ഇംഗ്ലീഷ് ഇല്ലല്ലോ. ഇംഗ്ലീഷ് സ്ഥാനം അവിടെ ഇല്ല, വളരെ കുറവ്. എപ്പോഴാണ് പിന്നെ കുറേ കായ് വന്നത്. പിന്നെ അത് പഠിക്കണം എന്നുള്ള തന്നെ അങ്ങനെ ആയി ജപ്പാനീസ് പഠിച്ച്. താങ്കളുടെ കുടുംബമൊക്കെ ജപ്പാൻ തന്നെയാണോ? ഫാൻസ് തന്നെയാണോ? പിന്നെ അല്ല, വീട്ടിൽ എൻ്റെ വൈഫ് ഞാനൊക്കെ ജപ്പാൻ ഫാൻസാണ്. മൂത്ത മോന് പിന്നെ പോർച്ചുഗലാണ്, ചെറിയ മോന് അർജന്റീന. അപ്പോൾ അവിടുത്തെ ഭാഷയിൽ ലോകകപ്പിനെ കുറിച്ചൊന്ന് പറയുമോ? 2 വാക്ക്. ഞങ്ങൾ എപ്പോഴും തന്നെ ഡിസ്കസ് ആണ്. ഞങ്ങൾ സംസാരിക്കോ? പിന്നെ എപ്പോഴും ഇപ്പോൾ ഒന്ന് പറയോ? അങ്ങനെ ലോകകപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞോ, നിങ്ങളുടെ ടീമിനെ കുറിച്ച് ജപ്പാനിലൊന്ന്? ജപ്പാൻ ലാംഗ്വേജ്. ജപ്പാനിൽ എന്താ പറയണ്ടേ? ലോകകപ്പിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? എത്രത്തോളം പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു. ജപ്പാനിലെ പറയണ്ടേ? 今はね24 TV に一緒にいるんですけども、聞いてるのはねどうですかって。今ジャパンのチームはね、私言うのはやっぱりジャパンはすごいですよ。もうすごい頑張ってるから、まあ勝っても勝たなくてもドローまでも行くと可能性が随分あるから頑張ると思います。എന്നെ ചീത്ത പറഞ്ഞൊന്നുമല്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജപ്പാൻ പ്രേമം കൊണ്ടാണ് ഈ വീടിന് ജപ്പാൻ ഹൗസ് എന്ന് പേരിട്ടത്. അപ്പോൾ ഈ ലോകകപ്പ് കാലത്ത് അല്പം കൂടി ശ്രദ്ധേയരാവുകയാണ് അവരുടെ ഈ വീടും അതോടൊപ്പം തന്നെ അവരുടെ ജപ്പാൻ പ്രേമവും. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.